നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന കീം 2024 അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റിൻ്റെ അടുത്ത ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും എഞ്ചിനീയറിംഗ് കോളേജുകൾ, ആർക്കിടെക്ചർ കോളേജുകൾ, ബിഫാമിൻ്റെ കോളേജുകൾ, കേരളത്തിലെ ഗവൺമെൻറ് MBBS, സെൽഫ് ഫിനാൻസിങ് MBBS, ഗവൺമെൻറ് BDS, സെൽഫ് ഫിനാൻസിങ് BDS, ഇത്രയും ഓപ്ഷനുകളുടെ ഒരു ക്രമീകരണമാണ് നടത്തേണ്ടത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നാം ചിലപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവേശനം നേടിയവരായിരിക്കാം, ആർക്കിടെക്ചറിൽ പ്രവേശനം നേടിയവരായിരിക്കാം, ബിഫാമിൽ പ്രവേശനം നേടിയവരായിരിക്കാം. ആ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ ആ സ്ട്രീമിൽ തന്നെ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ MBBSൻ്റെയും BDSൻ്റെയും പുതിയ അലോട്ട്മെൻറ്റുകൾ ലഭിച്ചാൽ നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നീ കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ വ്യക്തമാകുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ ആർക്കിടെക്ചറിന് അല്ലെങ്കിൽ ബിഫാമിന് അലോട്ട്മെൻറ്റ് നടപടികളിൽ ഇനി നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ്. നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. എഞ്ചിനീയറിങ്ങിൻ്റെ ഗവൺമെൻറ് മേഖലയിലെയോ സ്വകാര്യ മേഖലയിലെയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലയിലെയോ ഒക്കെ കോളേജുകൾ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അവയെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 27-ാം തീയതിക്കുള്ളിൽ ചെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന എഞ്ചിനീയറിങ്ങിനേക്കാളും താല്പര്യമുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളോ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളോ മറ്റു കോഴ്സുകളോ വേണമെങ്കിൽ 2000 രൂപ അടച്ച് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ കിട്ടിയ കോളേജിനേക്കാളും നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ വീണ്ടും സമർപ്പിക്കേണ്ടതാണ്. നിലവിലുള്ള ഹയർ ഓപ്ഷനുകളെല്ലാം ക്യാൻസലായിപ്പോയി. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ബിഫാമിനാണെങ്കിലും ആ കിട്ടിയ ബിഫാമിനേക്കാളും താല്പര്യമുള്ള എഞ്ചിനീയറിങ്ങിൻ്റെയോ ബിഫാമിൻ്റെയോ ഓപ്ഷനുകൾ നിങ്ങൾ വീണ്ടും 2000 രൂപ അടച്ച് ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. ആർക്കിടെക്ചറിന് നിങ്ങളൊരു കോഴ്സിൽ പ്രവേശനം കിട്ടിയവരാണെങ്കിൽ പുതിയതായി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ആർക്കിടെക്ചറിൻ്റെ തന്നെ ഹയർ ഓപ്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയും ആർക്കിടെക്ചറിൻ്റെ ഓപ്ഷനുകൾ ഒരിക്കൽ കൂടി നിങ്ങൾ സേവ് ചെയ്ത് ഹയർ ഓപ്ഷനായി എൻറ്റർ ചെയ്യേണ്ടതാണ്. ആർക്കിടെക്ചറിന് മാത്രം പേയ്മെൻ്റ് ആയിട്ടില്ല. പക്ഷേ ആർക്കിടെക്ചറിന് തന്നെ ഹയർ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ പ്രവേശിക്കുകയും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയും ആർക്കിടെക്ചറിൻ്റെ തന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയതിനേക്കാളും വേണ്ട ഓപ്ഷനുകൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനോ ബിഫാമിൻ്റെയോ ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2000 രൂപ അടയ്ക്കുകയും അവ നിങ്ങൾക്ക് കിട്ടിയ ആർക്കിടെക്ചറിനേക്കാളും മുകളിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യാം. ഇനി മെഡിക്കലിൻ്റെ കാര്യം. മെഡിക്കലിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ് MBBSും BDSും ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും. നിങ്ങളിപ്പോൾ നിലവിൽ എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനോ ആർക്കിടെക്ചറിനോ പ്രവേശനം നേടി കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കിയവരാണെങ്കിൽ അതിനേക്കാളും നിങ്ങൾക്ക് താല്പര്യമുള്ള മെഡിക്കലിൻ്റെ ഓപ്ഷൻ മാത്രമേ ദയവായിട്ട് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ സമർപ്പിക്കാവുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ എഞ്ചിനീയറിംഗിൽ TKM എഞ്ചിനീയറിംഗ് കോളേജിലോ മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ അതിനേക്കാളും മെഡിക്കൽ വിഭാഗത്തിൽ MBBS ആവട്ടെ, BDS ആവട്ടെ, സെൽഫ് ഫിനാൻസിങ് BDS ആവട്ടെ, സെൽഫ് ഫിനാൻസിങ് MBBS ആവട്ടെ, ഏതുമാവട്ടെ, നിലവിൽ നിങ്ങൾ നിൽക്കുന്ന എഞ്ചിനീയറിംഗ് ഓപ്ഷനേക്കാളും താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രമേ ദയവായിട്ട് മെഡിക്കലിന് നിങ്ങൾ ഓപ്ഷൻ വെക്കാവുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ TKMലോ മുത്തൂറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നു. നിങ്ങൾ മെഡിക്കലിൻ്റെ ഓപ്ഷൻ സമർപ്പിച്ചു, 5000 രൂപ അടച്ചു, മെഡിക്കലിൻ്റെ ഓപ്ഷൻ സമർപ്പിച്ചു, സെൽഫ് ഫിനാൻസിങ് BDS വെച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെൽഫ് ഫിനാൻസിങ് BDSന് പ്രവേശനം ലഭിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിലവിലിരിക്കുന്ന എഞ്ചിനീയറിങ്ങിൻ്റെ ഹയർ ഓപ്ഷനുകൾ റദ്ദാകും. നിങ്ങൾ സീറ്റ് പോയി എടുത്തതാണ്, സർട്ടിഫിക്കറ്റ് കൊടുത്ത് അഡ്മിഷൻ എടുത്താണ്, പക്ഷേ ആ സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവുകയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സെൽഫ് ഫിനാൻസിങ് BDSലോട്ട് മാറുകയും ചെയ്യും. എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ബിഫാമിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും പ്രവേശന രീതികൾ ഒരുപോലെയാക്കി ഒരേ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ എന്താണോ, നിങ്ങളുടെ ഹയർ പ്രിഫറൻസ് എന്താണോ അതനുസരിച്ചുള്ള ഒരു അലോട്ട്മെൻറ്റ് മാത്രമേ, ഒരു കോളേജിലെ ഒരു കോഴ്സ് മാത്രമേ ഇനി നിങ്ങൾക്ക് കേരളയുടെ സൈറ്റിൽ നിലനിർത്താനാവുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം റദ്ദ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ മെഡിക്കലിലാണെങ്കിലും നിങ്ങൾക്ക് MBBS ഉണ്ട്, BDS ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, സ്വകാര്യ മേഖലയിലെ കോളേജുകളെക്കാളും നിങ്ങൾ ഓപ്ഷൻ പ്രിഫർ ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്ഷൻ വെച്ചാൽ, ഒരു ബിഫാമിൻ്റെ ഓപ്ഷൻ വെച്ചാൽ, ഒരു ആർക്കിടെക്ചറിൻ്റെ ഓപ്ഷൻ വെച്ചാൽ
അതാണ് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന MBBSൻ്റെയും BDSൻ്റെയും മുഴുവൻ ഓപ്ഷനുകളും റദ്ദാകും. നിങ്ങളുടെ ഓപ്ഷൻ പ്രിൻ്റ് ഔട്ടിൽ എഞ്ചിനീയറിങ്ങോ BPharmോ ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ, പ്രിഫറൻസിൽ മുകളിൽ കിടക്കുകയും MBBSും BDSും താഴെയാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് റദ്ദായി പോകും എഞ്ചിനീയറിങ്ങോ BPharമോ ലഭിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷനിൽ പ്രവേശിക്കുകയും നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനകത്തിന് ഹയർ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലെങ്കിലും നിൽക്കട്ടെ, നിങ്ങൾക്ക് ആ കിട്ടിയതിനേക്കാളും നല്ല കോളേജ് കിട്ടണമെങ്കിൽ എഞ്ചിനീയറിംഗുകാർ 2000 രൂപ അടയ്ക്കുക. നിലവിൽ ഒന്നും കിട്ടിയവരായിരിക്കാം, അല്ലെങ്കിൽ കിട്ടിയവരായിരിക്കാം. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രം എഞ്ചിനീയറിംഗിൽ വെക്കുന്നു. ഇനി നിങ്ങൾ BPharm എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നിൽക്കുന്ന എഞ്ചിനീയറിങ്ങിനേക്കാളും താല്പര്യമുണ്ടെങ്കിൽ മാത്രം BPharm വെക്കുക. നിങ്ങൾ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തവരായിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും താല്പര്യമുള്ള മെഡിക്കൽ മാത്രം, അത് ഗവൺമെൻറ് ആണെങ്കിലും സെൽഫാണെങ്കിലും നിലവിൽ നിൽക്കുന്ന എഞ്ചിനീയറിങ്ങിനേക്കാളും താല്പര്യമുള്ള മെഡിക്കലിൻ്റെ ഓപ്ഷൻ മാത്രമേ ദയവായി കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ സമർപ്പിക്കാവുള്ളൂ. നോട്ടിഫിക്കേഷനിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നിലവിലുള്ള ഓപ്ഷനുകളോ സീറ്റോ നഷ്ടപ്പെടരുത് എന്ന് മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഒരു ഓപ്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ഓപ്ഷൻ വെച്ചു, മെഡിക്കലിന് അലോട്ട്മെൻറ്റ് വന്നു, എടുത്തില്ല എന്നുണ്ടെങ്കിലും മെഡിക്കൽ സ്ട്രീം മാത്രമേ ക്യാൻസലായി ഉണ്ടായിരുന്നുള്ളൂ, എഞ്ചിനീയറിംഗ് സ്ട്രീം അവിടെ നിൽക്കുമായിരുന്നു. തിരിച്ച് നിങ്ങൾ എഞ്ചിനീയറിംഗും മെഡിക്കലിനും ഓപ്ഷൻ കൊടുത്തു, എഞ്ചിനീയറിങ്ങിന് കിട്ടി, നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ലായിരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഓപ്ഷൻ അവിടെ നിലനിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ, നിങ്ങൾക്ക് താഴോട്ടുള്ള സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് താഴോട്ടുള്ള ഓപ്ഷനുകളെല്ലാം റദ്ദായി പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിനകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉള്ളത് എഞ്ചിനീയറിംഗ് ആവാം, BPharm ആകാം, ആർക്കിടെക്ചർ ആവാം, MBBS ആകാം, BDS ആകാം, സെൽഫ് ഫിനാൻസിങ് BDS ആകാം, സെൽഫ് ഫിനാൻസിങ് MBBS ആവാം, ഗവൺമെൻറ് BDS എന്തുമാവട്ടെ, നിങ്ങളുടെ ഓപ്ഷൻ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് ഓപ്ഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ ഓപ്ഷനിൽ മുൻഗണനാക്രമത്തിൽ കിടക്കുന്നതിനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം. അതിലേത് കിട്ടിയാലും താഴോട്ടുള്ള ഏത് സ്ട്രീമാണെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ നിങ്ങളെ പരിഗണിക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ അതിൻ്റെ താഴോട്ടുള്ള ഏത് സ്ട്രീമാണെങ്കിലും അത് റദ്ദാകുന്നതാണെന്നുള്ളത് കാര്യം ഓർമ്മയിലിരിക്കട്ടെ. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. എഞ്ചിനീയറിങ്ങിനും BPharmനും നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയതിനേക്കാളും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവയെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും മുകളിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ 2000 രൂപ അടച്ച് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും താല്പര്യമുള്ളത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി 1ാം ഘട്ടത്തിൽ സമർപ്പിച്ച ഓപ്ഷനുകൾ 3ാം ഘട്ടത്തിലേക്ക്, ഇനിയുള്ള അടുത്ത വരുന്നതിലേക്ക് പരിഗണിക്കുന്നതല്ല. 1ാം ഘട്ട അലോട്ട്മെൻറ്റിനായി നൽകിയിരുന്ന ഓപ്ഷനുകളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും ഓപ്ഷനായിട്ട് കിടക്കുന്ന, ഹയർ ഓപ്ഷനായിട്ട് കിടക്കുന്ന എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. ആയതിനാൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണമെന്നുള്ളവർ പുതിയതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 1, 2 ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും ഇതുവരെ അലോട്ട്മെൻറ്റ് നടപടികളിൽ പങ്കെടുക്കാത്തവർക്കും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാം. ഇപ്പോൾ CET-യിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കിട്ടി, CET-യിൽ കമ്പ്യൂട്ടർ സയൻസിന് പരിഗണിക്കണമെങ്കിൽ 2000 രൂപ അടച്ചിട്ട് CET-യിൽ CS എന്ന് വെക്കണം. RIT കോട്ടയത്ത് നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് 5 ഓപ്ഷൻ സമർപ്പിക്കണമെങ്കിൽ 2000 രൂപ അടച്ചിപ്പോൾ ഓപ്ഷനുകൾ സമർപ്പിക്കാം. മുൻ വർഷങ്ങളിലേതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ മാത്രം നടത്തിയാൽ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതല്ല, ഓപ്ഷൻ രജിസ്ട്രേഷനും കൂടി നിർബന്ധമായും നടത്തേണ്ടതാണ്. എന്നാൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്കാണെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ഉണ്ട്. പക്ഷേ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താലും ഹയർ ആയിട്ട് കിടക്കുന്ന ഓപ്ഷനുകൾ അവിടെ ഇല്ല. അതൊരിക്കൽ കൂടി നിങ്ങൾ സേവ് ചെയ്ത് സമർപ്പിക്കുകയും ചെയ്യണം. എഞ്ചിനീയറിംഗ്, ഫാർമസി, MBBS, BDS കോഴ്സുകളിൽ ഓപ്ഷൻ നൽകുന്നവർ ആവശ്യമായ ഫീസ് ഒടുക്കി കൺഫർമേഷൻ പേജിൽ പ്രവേശിച്ച് രജിസ്ട്രേഷന് പങ്കെടുക്കാവുന്നതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ പേജിലിരിക്കുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതാണ്. മെഡിക്കൽ മാത്രമേ ഉള്ളെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, അത് യാതൊരു കുഴപ്പവുമില്ല. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഓപ്ഷൻ്റെ പേജിൽ വരുമ്പോൾ അവിടെ ഇടത്ത് സൈഡിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ താല്പര്യം ഏതിനാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നതായിരിക്കണം ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഈ ഘട്ടത്തിൽ നൽകിയ ഓപ്ഷനുകൾ അനുസരിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരുടെ നിലവിലുള്ള അലോട്ട്മെൻറ്റ് ഈ ഘട്ടത്തിൽ നൽകിയ ഓപ്ഷനുകൾ അനുസരിച്ച് അത് എഞ്ചിനീയറിംഗ് ആവാം, മെഡിക്കൽ ആവാം, BPharm ആകാം, ആർക്കിടെക്ചർ ആവാം,
ഈ ഘട്ടത്തിൽ നൽകിയ ഓപ്ഷനുകൾ അനുസരിച്ച് അലോട്ട്മെന്റ് ലഭിക്കുന്നവരുടെ നിലവിലുള്ള അലോട്ട്മെന്റ്, നിലവിൽ ഏതിനൊക്കെ കിട്ടിയിരിക്കുന്നത്, എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും നിങ്ങൾ എവിടെയെങ്കിലും പോയി ചേർന്ന് നിൽക്കുക, ആ അലോട്ട്മെൻറ്റും ആർക്കിടെക്ചറിൻ്റെ 1ാം ഘട്ടത്തിലെ അലോട്ട്മെൻറ്റും റദ്ദാവും. നിങ്ങൾ എവിടെയെങ്കിലും സീറ്റ് എടുത്ത് നിൽക്കുകയായിരുന്നു, പോയി ഫീസൊക്കെ അടച്ച് നിൽക്കുകയാണ്, നിങ്ങൾ അപ്പോഴാണ് എഞ്ചിനീയറിങ്ങിൻ്റെ മറ്റൊരു ഓപ്ഷൻ വെച്ചു, അല്ലെ ബി ഫാമിൻ്റെ മറ്റൊരു ഓപ്ഷൻ വെച്ചു, അല്ലെങ്കിൽ MBBSൻ്റെയോ BDSൻ്റെയോ സെൽഫ് ഫിനാൻസിങ്ങോ ഏതെങ്കിലും വെച്ചു, ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിലവിലുള്ളത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബി ഫാം ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും റദ്ദായി പോകും, സീറ്റ് എടുത്തവരാണെങ്കിൽ പോലും. നിലവിൽ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ പ്രവേശനത്തിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് MBBS BDS അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവരുടെ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ അലോട്ട്മെൻറ്റുകൾ റദ്ദാകുന്നതാണ്. പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അതുപോലെ കോഴ്സിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടേണ്ടതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്ക്, അതുകൊണ്ട് 2024-25 അധ്യയന വർഷത്തിൽ കേരളത്തിൽ നമുക്ക് ഏത് കോഴ്സിനാണ്, ഏത് സ്ട്രീമിലാണ് പഠിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായ ഒരു ചിന്ത, ഒരു അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ നടക്കുന്ന കേരള അലോട്ട്മെൻറ്റിനെ സമീപിക്കാൻ. എഞ്ചിനീയറിങ്ങിനാണോ, അല്ലെങ്കിൽ ബി ഫാമിനാണോ, അല്ലെങ്കിൽ ആർക്കിടെക്ചറിനാണോ, അല്ലെങ്കിൽ MBBSൻ്റെയോ BDSൻ്റെയോ അലോട്ട്മെൻറ്റിനാണോ എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ആയിരിക്കണം നമ്മുടെ പ്രൊഫൈലിനകത്ത് നമ്മുടെ ഓപ്ഷനുകൾ കിടക്കാൻ. ഏറ്റവും അധികം ആഗ്രഹം MBBS ആണെങ്കിൽ അങ്ങനെ, അതല്ല എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഏറ്റവും ആദ്യം കിടക്കേണ്ടത് എഞ്ചിനീയറിംഗ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിലവിലുള്ള ഓപ്ഷനുകൾ, നിലവിലുള്ള അഡ്മിഷനുകൾ റദ്ദാകുന്നതാണ്. എഞ്ചിനീയറിങ്ങിന് നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ സീറ്റാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ 2000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനേക്കാളും താല്പര്യമുള്ള എഞ്ചിനീയറിംഗിൻ്റെയോ മെഡിക്കലിൻ്റെയോ ബി ഫാമിൻ്റെയോ ഓപ്ഷനുകൾ മാത്രമേ നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ പേജിൽ കാണാവുള്ളൂ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ MBBSന് പ്രവേശനം നേടാൻ ആഗ്രഹിച്ചവർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് MBBSന് ഓപ്ഷൻ ഇല്ലായിരുന്നു. 3ാമത്തെ ദിവസമാണ് ശ്രീനാരായണ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വന്നത്. അപ്പം കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBSന് പ്രവേശനം ആഗ്രഹിക്കുന്നവരും ശ്രീനാരായണ മെഡിക്കൽ കോളേജ് അവരവരുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവരും ഇപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ വിൻഡോയിൽ പ്രവേശിക്കുകയും MBBSനകത്ത് സെൽഫ് ഫിനാൻസിങ്ങിനകത്ത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിൽ എവിടെയാണോ അത് യഥാക്രമം ആഡ് ചെയ്ത് സേവ് ചെയ്ത് ഒരു പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ബി ഫാമിൻ്റെയും MBBS ആണെങ്കിലും BDS ആണെങ്കിലും അതല്ല സ്വകാര്യ മേഖലകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാൻ 26-ാം തീയതി വൈകുന്നേരം വരെ മാത്രമേ അവസരമുള്ളൂ. 28-ാം തീയതി അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ്, ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഫൈനൽ റിസൾട്ട് 29-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ മെഡിക്കലിൻ്റെ പ്രവേശനം അതാത് കോളേജുകളിൽ ചെന്ന് സീറ്റ് എടുത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്ത് പൈസ കൊടുത്ത് ഫീസ് അടച്ച് അഡ്മിഷനുകൾ ഉറപ്പാക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.